നമസ്കാരം. ഭഗവാനെ സ്നേഹിക്കാനായിട്ട് എപ്രകാരമാണ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഭഗവാനെ സ്നേഹിക്കാനും സേവിക്കാനും ഒക്കെ പ്രായത്തിൻ്റെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരുപാട് പണത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ധാരാളം അറിവുകൾ വേണോ? അതിൻ്റെ ഇല്ല. മനസ്സിലെ ഭഗവാനെ സ്നേഹത്തോടു കൂടി സ്മരിച്ചാൽ മാത്രം മതി എന്നാണ് പറയണത്. എന്നിരുന്നാലും ഭഗവാനെ സേവിക്കാനുള്ള 9 വഴികൾ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അത് പ്രഹ്ലാദൻ തൻ്റെ പിതാവിനോട് പറയുന്ന കാര്യങ്ങളാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മനിവേദനം. ഈ 9 കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ നമുക്ക് അതേക്കുറിച്ചൊന്ന് പറയാം കേട്ടോ. അതിൽ ആദ്യത്തേത് ശ്രവണമാണ്. അതായത് ഭഗവാന്റെ കഥകളും നാമങ്ങളും ഭക്തിയോട് കൂടിയിട്ട് കേൾക്കുക, ശ്രവിക്കുക. അങ്ങനെ ചെയ്താലേ അത് ഭഗവാനെ സേവിക്കലാണെന്നാണ് പറയണത്. പരീക്ഷിത് രാജാവ് ചെയ്തതുപോലെ. അടുത്തത് കീർത്തനം. ഈശ്വരൻ്റെ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, അല്ലെങ്കിൽ നാമങ്ങൾ ചൊല്ലുക. നാരദ മഹർഷി ചെയ്തതുപോലെ സദാ നാരായണ നാരായണ എന്നാണ് അദ്ദേഹം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്മരണം. ഭഗവാനെ എപ്പോഴും ഓർക്കുക. നമ്മൾ എന്ത് ജോലികൾ ചെയ്യുമ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിക്കുക. പ്രഹ്ലാദൻ ചെയ്തതുപോലെ. പിന്നെ പാദസേവനം. അതായത് ഈശ്വരൻ്റെ പാദങ്ങളിൽ എല്ലാം സമർപ്പിക്കുക. അത് ഭഗവാനെ സേവിക്കലാണ്. അത് കഴിഞ്ഞാൽ പറയുന്നത് അർച്ചനമാണ്. വിധിപ്രകാരം പൂക്കൾ കൊണ്ടും സ്നേഹം കൊണ്ടും ഭഗവാനെ അർച്ചന ചെയ്യുക. പൂക്കൾ കൊണ്ട് മാത്രമല്ല, സ്നേഹമാകുന്ന പൂക്കൾ കൊണ്ട് പോലും ഭഗവാനെ അർച്ചന ചെയ്യാനായിട്ട് സാധിക്കും. മാനസപൂജയെ കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ പിന്നെ വന്ദനം. അതായത് അഹങ്കാരമൊക്കെ വെടിഞ്ഞിട്ട് ഭഗവാനെ വന്ദിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നന്ദിയോട് കൂടിയിട്ട് ഭഗവാനെ സ്മരിക്കുക. അക്രൂരർ ചെയ്തതുപോലെ എന്തൊരു സ്നേഹത്തോട് കൂടിയിട്ടാണ് ഭഗവാനെ വന്ദിക്കുന്നത്. പിന്നെ പറയുന്നത് ദാസ്യം. ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്നുള്ള രീതിയിൽ വേണം ഭഗവാനെ സേവിക്കാനായിട്ട്. ഹനുമാൻ ചെയ്തതുപോലെ ശ്രീരാമൻ്റെ ദാസനായിട്ടിരിക്കാനാണ് ഹനുമാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ പറയുന്നത് സഖ്യം. ഭഗവാനെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് കാണുക. ഇപ്പം അർജുനനും കുചേലനും ഒക്കെ കണ്ടതുപോലെ അതും ഭഗവാനെ സേവിക്കലാണ്. പിന്നെ ഏറ്റവും അവസാനം പറയുന്നതാണ് ആത്മനിവേദനം. അതായത് നമ്മളെയും നമ്മുടെ എല്ലാം ഭഗവാനെ സമർപ്പിക്കുക. നമ്മളെ പൂർണ്ണമായിട്ട് ഭഗവാനെ സമർപ്പിക്കുന്നതിനെയാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്. മഹാബലി ചക്രവർത്തി ചെയ്തതുപോലെ. ഇതാണ് 9 മാർഗങ്ങൾ. ഇതിലേത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. പക്ഷെ ഇതിനൊക്കെ ഏറ്റവും എളുപ്പമുള്ളത് ഭഗവാനെ സ്മരിക്കലും അതേപോലെ തന്നെ ഭഗവാന്റെ നാമങ്ങളും ചൊല്ലുന്നതാണ്. പ്രത്യേകിച്ച് ഈ കലികാലത്തിൽ നാമജപം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഭഗവാനെ സേവിക്കുന്ന ഒരു മാർഗമായിട്ടാണ് കാണുക. ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് നാമം ചൊല്ലുന്നത്.